അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിതിൻ രാജിന്റെ മരണത്തിന് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ഉൾപ്പെടെയുള്ള ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താൽ തുടങ്ങി. തിരുവനന്തപുരത്ത് ആക്ഷൻ കൗൺസിൽ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ബസ്സുകൾ തടഞ്ഞു. കണിയാപുരം, നെടുമങ്ങാട് ഡിപ്പോകളിലും ബസ്സുകൾ തടഞ്ഞു. എറണാകുളത്ത് വടക്കൻ പറവൂർ, കച്ചേരിപ്പടി എന്നിവിടങ്ങളിലും വാഹനങ്ങൾ തടഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ദേവൻ എം.പിയും കൊച്ചിയിൽ നിന്ന് മനീഷ് ഐഷ മാത്യുവും ചേരുന്നുണ്ട്. വാർത്തകളുടെ വിശദാംശങ്ങളുമായി ദേവൻ, ശക്തമായ സമരത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന് ദളിത് സംഘടനകൾ വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോൾ തമ്പാനൂരിൽ വാഹനങ്ങൾ തടയുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണം, അവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദളിത് സംഘടന നേതൃത്വത്തിൽ നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ എന്ന ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ഒരു ഹർത്താലിലേക്ക് കടക്കുന്ന നടപടികളിലേക്ക് ഈ സംഘടന പോയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ഏതായാലും തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. KPMS അടക്കമുള്ള സംഘടനകളുടെ പിന്തുണ ഈ ആക്ഷൻ കൗൺസിലിനുണ്ട് എന്നും KPMSന്റെ അടക്കം പ്രവർത്തകർ ഈ ഹർത്താലിന്റെ ഭാഗമായി ഇപ്പോൾ നമുക്ക് തമ്പാനൂർ നഗരത്തിൽ കാണാൻ കഴിയുന്നുമുണ്ട്. ഏതായാലും രാവിലെ മുതൽ തന്നെ തമ്പാനൂർ നഗരത്തിൽ നിന്നും അല്ലെങ്കിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടാനുണ്ടായിരുന്ന ബസ്സുകളെ എല്ലാം തന്നെ തടഞ്ഞുകൊണ്ടാണ് ഈ സമരം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ചും സർക്കാർ വാഹനങ്ങളെ, പ്രത്യേകിച്ചും KSRTC അടക്കമുള്ള വാഹനങ്ങൾക്ക് സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്നുള്ളൊരു കാര്യം ഹർത്താൽ അനുകൂലികൾ പറയുന്നു. സ്വകാര്യ വാഹനങ്ങൾ തടയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം തമ്പാനൂർ നഗരത്തിലെ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബസ്സുകൾ തടഞ്ഞാൽ തന്നെ തമ്പാനൂർ നഗരത്തിൽ മുഴുവൻ റോഡും ബ്ലോക്ക് അല്ലെങ്കിൽ ഗതാഗതക്കുരുക്ക് അതിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ തമ്പാനൂർ നഗരത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ഇന്ന ബസ്സുകളെല്ലാം തന്നെ ഈ സമരാനുകൂലികൾ തടഞ്ഞിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള റോഡ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ കഴിയും. ഒപ്പം തന്നെ അല്പസമയം മുമ്പ് ഈ ഹർത്താൽ അനുകൂലികൾ ഈ തുറന്നിരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കൊണ്ട് ആ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടണമെന്നും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സമരവുമായി പങ്കുചേരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കടകമ്പോളങ്ങൾ അടയ്ക്കണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓട്ടോ തൊഴിലാളികളോടത്തും സമാനമായ രീതിയിൽ ഇന്ന് സർവീസ് നടത്തരുതെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിലേതായാലും മറ്റ് സ്വകാര്യ വാഹനങ്ങൾ തടയുന്ന നടപടികളിലേക്ക് ഹർത്താൽ അനുകൂലികൾ കടന്നിട്ടില്ല. പക്ഷേ KSRTC വാഹനങ്ങൾ ഇവിടെ നിന്നും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിർബന്ധത്തിൽ തന്നെയാണ് സമര അനുകൂലികൾ ഉള്ളത്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ വാഹനങ്ങൾ തടയില്ല എന്നും കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിക്കുമെന്നുള്ള കാര്യമെല്ലാം തന്നെ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും KSRTC CMD തന്നെ ഇന്ന് KSRTCയുടെ ബസ്സുകൾ സർവീസ് നടത്തുമെന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ തമ്പാനൂരിൽ പതിവ് പോലെ തന്നെയാണ് കാര്യങ്ങൾ. രാവിലെ മുതൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ വന്നിറങ്ങുന്നുണ്ട്. വലിയൊരു തിരക്ക് നമുക്ക് കാണാൻ കഴിയും. റെയിൽവേ സ്റ്റേഷന് മുന്നിലും ഒപ്പം തന്നെ ബസ് സ്റ്റാൻഡിന് മുന്നിലും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു സാധാരണ ജനങ്ങളുടെ ഒരു തിരക്ക് നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാം തന്നെ ഇന്ന് ഈ ഹർത്താലിന്റെ ഭാഗമായി KSRTC ബസ്സുകൾ സർവീസ് നടത്തുമെന്നും നിർബന്ധിച്ച് ആരുടെയും വാഹനം തടയില്ല എന്നും സംഘടന നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു സമാധാനപരമായിട്ടുള്ള ഹർത്താൽ ആയിരിക്കും എന്നൊരു ധാരണയിലായിരുന്നു കൂടുതൽ ആളുകളും ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണ് ഈ ജനങ്ങളെല്ലാവരും തന്നെ ഇന്നിപ്പോൾ ഈ ബസ് സർവീസ് അടക്കമുള്ള സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനായി തമ്പാനൂർ നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ ഈ കടകളടക്കം തമ്പാനൂർ നഗരത്തിൽ തന്നെയുള്ള ചായക്കടകളടക്കമുള്ള കടകൾ നിർബന്ധിച്ച് അടപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ഈ ഹർത്താൽ അനുകൂലികൾ കടന്നിട്ടുള്ളത്. പക്ഷേ പോലീസിന്റെ സാന്നിധ്യം ഇവിടെ ശക്തമായ രീതിയിൽ തന്നെയുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു സംഘർഷാവസ്ഥയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുമെന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിലേതായാലും ഈ ഒരു പ്രകടനമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സംഘടനയുടെ തീരുമാനം. പ്രത്യേകിച്ചും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയും കുറ്റക്കാരായ ആരെയും ഇതുവരെയും അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ആ അറസ്റ്റ് എത്രയും വേഗം പൂർത്തിയാക്കണം. മാത്രമല്ല കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സംഘടന ഈ ഹർത്താലുമായി മുന്നോട്ട് പോകുന്നത്. സമാനമായ രീതിയിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കണിയാപുരത്തും നെടുമങ്ങാടും ബസ് ഡിപ്പോകളിൽ നിന്നും വാഹനം പുറത്തേക്ക് ഇറക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അവിടെയും സമരാനുകൂലികൾ വാഹനം തടയുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാനമായ രീതിയിൽ കേരളത്തിന്റെ പല ഭാഗത്തും എറണാകുളത്തും ഒപ്പം തന്നെ മറ്റ് ജില്ലകളിലേക്കും ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി വരും മണിക്കൂറുകളിലും ഇനിയിപ്പോൾ കടകമ്പോളങ്ങൾ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബലപ്പെട്ട് അടയ്ക്കുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഈ സംഘടന വ്യക്തമാക്കുന്നതും. ഈ ഹർത്താൽ അനുകൂലികളുടെ വാക്കുകൾ നമ്മൾ നേരത്തെ ചോദിച്ചപ്പോൾ അത്തരം കാര്യങ്ങൾ തന്നെയാണ് അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നതും. നിലവിലേതായാലും തമ്പാനൂർ നഗരത്തിൽ ഈ സമരാനുകൂലികളുടെ ഒരു പ്രതിഷേധം തുടരുകയാണ്. അവർ ഈ പറയുന്നത് പോലെ തന്നെ ബസ് തടഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിനുള്ളിൽ ഏതെങ്കിലും യാത്രക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം. ചേട്ടാ, എങ്ങോട്ട് പോകാനായിരുന്നു? ഞാൻ പാമാങ്കോട്, മലയങ്കീഴ് പാമാങ്കോട്. ഹർത്താലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അറിഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഈ ബസ് ചേർക്കലൊന്നും ആ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഇതിപ്പോൾ ബസ് പോകാൻ അനുവദിക്കില്ലെന്നാണ് പറയുന്നത്. അത് പിന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് പോയാലോ ഉള്ളൂ.
അത് തന്നെയാണ് യാത്രക്കാർ ഈ ബസ്സിനുള്ളിൽ തന്നെ യാത്രക്കാരെല്ലാവരും തന്നെ ബസ്സിനുള്ളിൽ തന്നെ തുടരുകയാണ്. അമ്മ എങ്ങോട്ട് പോകാനായിരുന്നു? മലയങ്കീഴ മലയം. ഇപ്പം ബസ് വിടത്തില്ലെന്നാ പറയുന്നത് സമരക്കാര്. പച്ചക്കറിയോ? കച്ചവടമാണോ? ബസ് വിടത്തില്ലെന്നാ പറയുന്നത് ഇപ്പം. ഹർഷൻ, നമുക്ക് കാണാൻ കഴിയും ഈ പറയുന്നത് പോലെ തന്നെ രാവിലെ ഈ തമ്പാനൂർ നഗരത്തിൽ മാർക്കറ്റിലേക്കടക്കമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സാധാരണക്കാരുണ്ട്. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ബസ് മുന്നോട്ട് പോകാൻ അനുവദിക്കാത്തത് കൊണ്ട് തന്നെ യാത്രക്കാരെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്.